ഹായ് ഓൾ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ, ഫ്രണ്ടേജ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ താരമായ ചേച്ചിയമ്മ ഇവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന പാടെ ആൾ കുറേ നേരം എൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ നന്നായി സംസാരിക്കും. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ജോലി തുടങ്ങുള്ളൂ. അപ്പോൾ ഞാനിതാ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിയമ്മ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വിറകൊക്കെ കൊടുന്നിട്ടിട്ട് കുറേശ്ശെ വെള്ളമൊക്കെ കത്തിച്ച് കൊടുത്ത് ചോറിന് തീമിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളെ പണി നേരത്തെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ആൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ബാലൻസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പണി തീർക്കാം, എന്നിട്ട് ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വായോ, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പത്തിന് ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണികളായിട്ട് ഞങ്ങളിങ്ങനെ തീർത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചാളയാണ്. ചാള ഫ്രൈ ആക്കണം, മീൻകറി വെക്കണം, മത്തി മുളകിടണം, പിന്നെ മോര് പച്ചക്കായം കൂട്ടണം. പച്ചക്കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരും വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയൊക്കെ എല്ലാം ഇട്ടിട്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് അടിക്കുക. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് കടുകും ഉണക്കമുളകൊക്കെ കൂടിയിട്ട് താളിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതൊക്കെയാണ്. മുളക് കറി, അതേപോലെ മോര് പച്ചക്കായം കൂട്ടിയത്, ചാള ഫ്രൈ, അതൊക്കെയാണ്. അപ്പം ഇന്ന് ഉച്ചക്കലത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പുട്ടും പഴവും പിന്നെ ചിക്കൻ കറിയുണ്ട്, അതും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് പണിയെടുക്കുമ്പോൾ വായ ഒരു ഭാഗത്തിരിക്കില്ല. ഞങ്ങൾ തമ്മിൽ നല്ലോണം സംസാരിച്ചിട്ടാണ് പണിയെടുക്കുക. ആളെ സന്തോഷവും സങ്കടവും വിഷമവും അതേപോലെ അങ്ങനെ എല്ലാം ആളെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ആൾക്കിനെ ഭയങ്കര വിശ്വാസമാണ്, ആൾക്കിനെ ഭയങ്കര കാര്യമാണ്, എല്ലാം ഷെയർ ചെയ്യും. ഞാൻ മൂപ്പരൊരു ആൾക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് തോന്നിയിട്ട് തന്നെ ആളെല്ലാം ഷെയർ ചെയ്യും എൻ്റെ അടുത്ത്. അതിന് തീയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പുട്ടിനുള്ള വെള്ളം ഒഴിച്ച് അതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർന്ന് ആൾ പുറത്ത് പോയിട്ട് ഇനി ഞാൻ അടിച്ചൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴത്തേനും ഞാൻ പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിൽ ചകിരി കുറവാന്ന് പറഞ്ഞപ്പോൾ ചകിരിയൊക്കെ കൊടുന്ന് വെക്കുന്നുണ്ട് ആൾ. അപ്പോഴും എൻ്റെ അടുത്ത് എന്തൊക്കെയെന്നല്ല കുറേ കാര്യങ്ങൾ, ഹോസ്പിറ്റലത്തെ കാര്യങ്ങൾ, റേഷൻ പീടിക ലീവാണോ, പിന്നെന്താ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമോ, കാരണം ഇപ്പോൾ വ്യാഴം ഈസ്റ്ററും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളല്ലേ, ഇപ്പം 3 ദിവസമായിട്ട് ലീവല്ലേ, അപ്പോൾ അതിനൊക്കെ ഉണ്ടാവുമോ എന്താന്നൊക്കെ ചോദിക്കുകയാണ് ആൾ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ റിപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവും, ഹോസ്പിറ്റലുണ്ടാവും, ബാങ്കിൽ ലീവുള്ളൂ, ചേച്ചി നേരത്തെ പോയിട്ട് പോരെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പണികൾ കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞു കുക്കറൊന്നും എടുത്തതായോ എന്നിട്ട് കഴിയതായോ, പുട്ടുണ്ടാക്കട്ടെ, പുട്ടിന് നനച്ച് ഒക്കെ തരിതരിയൊക്കെ കളഞ്ഞ് കട്ടൊക്കെ ഉടച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുട്ട് ഉണ്ടാക്കാം നമുക്ക് എന്നാണ്. അപ്പോൾ അതും കൂടിയിട്ട് ആൾ എനിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ആൾക്കങ്ങനെ ക്യാമറയിൽ വന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനൊന്നും ആൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. പിന്നെ ഇത് ഓൾറെഡി ഞാനിങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കണോ മൂപ്പർക്ക് അതൊരു വിഷയമായി തോന്നുന്നില്ല. ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര നാണം ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇടില്ല, കാരണം ജോലിക്ക് വരികയല്ലേ, അപ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇടില്ല. അപ്പോൾ അത് കാരണം ഫോട്ടോ എടുക്കണ്ട, ഇതാണെന്ന് പറയും എൻ്റെ അടുത്ത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന കോട്ട് സെറ്റ് ഞങ്ങൾ തന്നെ ഷോപ്പിൽ നിന്ന് എടുത്ത കോട്ട് സെറ്റാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിടാൻ പോവാണ്. ചോറ് വയ്ക്കാനുള്ള അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എന്താ പറയുക, വെള്ളത്തിലിടൂലേ, ഒന്ന് ചെമ്പിലിട്ടിട്ട് വേവിക്കൂലേ, അപ്പോൾ അരിയൊക്കെ കഴുകി വയ്ക്കുവാണ് കേട്ടോ ആൾ. അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ആളിതാ മുറ്റൊക്കെ അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മുറ്റം എന്ന് പറയുന്നത് നല്ലൊരു ഏരിയ അടിക്കാൻ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അടിക്കാനുണ്ട്. ആൾ ലീവായാൽ ഞാൻ തന്നെയാണ് അടിക്കൽ. ആൾ ചിലപ്പോഴൊക്കെ വയ്യാണ്ടായാലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ലീവാവും, അപ്പം ഞാൻ തന്നെ അടിക്കും. പിന്നെ ആളുണ്ടാകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾ വരും. അപ്പോൾ ആൾക്കും അതൊരു സഹായമാവുമല്ലോ. പിന്നെ 10-14 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി. അപ്പോൾ അതിനിടയിൽ ഞാൻ എല്ലാതും വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് ഞാൻ ആക്കുന്നു. അടുപ്പത്ത് ചോറുണ്ട്, അപ്പുറത്ത് കറി, സ്റ്റൗവിലേക്ക് കറി വെച്ചിട്ടുണ്ട്. ചായ കാരണം നേരത്തെ എല്ലാതും ആയപ്പോൾ ചേച്ചിക്ക് ഡോക്ടറെ അടുത്ത് പോകണ്ടല്ലേ, അപ്പോൾ അത് കാരണം എല്ലാം നേരത്തെ ആക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ലേറ്റാവും. അപ്പോൾ അതിനിടയിൽ ഇന്നലെ വാഷിംഗ് മെഷീന് ഡ്രം ക്ലീൻ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അലക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ അതിൽ വേസ്റ്റ് വെള്ളം വരുന്ന ഒരു പമ്പാണത്. അതിൽ നിന്ന് നന്നായി വെള്ളം കംപ്ലീറ്റ് കളയണം. അങ്ങനെ നന്നായി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വേറൊരു പൈപ്പും കൂടെ ഉണ്ട്, അതും കൂടെ വൃത്തിയായിട്ട് കഴുകി വയ്ക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ തകൃതിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് അവിടെ എത്തിച്ച് നോക്കിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് സ്ക്രീനിൽ വായോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ നിർബന്ധിച്ച് സ്ക്രീനിൽ കാണിക്കും കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ക്ലീൻ ചെയ്യണ കാണുമ്പോൾ അതിനൊരു പേടി പോലെ, കത്തിയും അതേപോലെ മൊത്തം ചുറ്റും വെള്ളവും അങ്ങനെയൊക്കെ കാണുമ്പോൾ അതിനൊരു പേടി പോലെ. അപ്പോൾ അതിനെ പിടിച്ച് വലിച്ച് നോക്കിപ്പിച്ചപ്പോൾ അതിന് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിട്ട് കളഞ്ഞു, അതിന് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പൈപ്പിലെ വെള്ളം ഏകദേശം വറ്റിത്തീരാനായിട്ടുണ്ട്. ഇനി അതിൽ വേറൊരു പൈപ്പും കൂടി ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സോക്സ് വരെ നമുക്കിതിനുള്ളിൽ കുടുങ്ങിയാൽ കിട്ടും. എനിക്ക് സോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ അതൊന്ന് കിട്ടിയൊരു സാധനമാണ് കോയിന്. ഇതൊക്കെ ഈ ഫിൽറ്ററിലാണ് വന്ന് കിടക്കുക. എന്ത് സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നാൽ പിന്നെ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. അപ്പോൾ എന്തെങ്കിലും മെഷീനിലിടുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി നോക്കണം. എന്നിട്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളൊക്കെ നന്നായി നല്ല കോട്ടൻ്റെ തുണി വെച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കി അഴുക്കൊക്കെ കളയുക. മൊത്തം എത്രത്തോളം നമ്മൾ നീറ്റാക്കുന്നോ അത്രത്തോളം നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ആയുസ് കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞ് എപ്പോഴും ഡ്രം ക്ലീൻ കാണിച്ചാൽ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ച് അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നീറ്റാക്കി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻറ്റ് കാണിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 30 വാഷ് കഴിഞ്ഞിട്ടാണ് ഡ്രം ക്ലീൻ കാണിക്കുക. ആ 30 വാഷിന് ശേഷം ഡ്രം ക്ലീൻ കാണിച്ചാൽ മൊത്തം ചുറ്റുഭാഗം മെഷീനും മൊത്തം അതിൻ്റെ ഉള്ള ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതെല്ലാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് അടിയൊക്കെ തുടക്കാനുള്ള ഭാഗമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സോങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും ബോറടിക്കണ്ട, എനിക്കും പറയാൻ കാര്യമായിട്ട് എന്താ പറയുക ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സോങ്ങൊക്കെ കേട്ടിട്ട് നിങ്ങൾ വീഡിയോ കാണുക.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ വാഷിംഗ് മെഷീൻ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ചേച്ചി പോയതിന് ശേഷം ഞങ്ങൾ ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ മോളിതാ തണ്ണിമത്തനായിട്ട് വന്നു കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പം അതിന്നൊരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ നിസ്കരിച്ചിട്ട് ഞാൻ ഷെക്സിനൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചില കിളികളുടെ മീൻസ് കിളികളുടെ ഭയങ്കര ചില അമ്പലത്തിൽ മഴ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു കരച്ചിലായിരുന്നു. കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ പെറ്റ്സിനൊക്കെ കൂട്ടിൽ നിന്ന് പുറത്ത് തുറന്ന് വിട്ടു. അവർക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ചൊരു 4-4:30 അസറസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തുറന്ന് വിടും. അപ്പോൾ സുട്ടുവിനും തുറന്ന് വിട്ടു, ബബ്ബുവിനെ തുറന്ന് വിട്ടു, ലൂമിനെ തുറന്ന് വിട്ടു. അങ്ങനെ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കൊടുത്ത് എല്ലാവരും ഞാൻ കൂട്ടിൽ അടച്ച് കിടത്തി ഉറക്കും. ഞാനും ഉറങ്ങും, അവരും ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും 4-4:30 ആകുമ്പോൾ തുറന്ന് വിടുകയും ചെയ്യും. അപ്പം ഇത് നമ്മൾ അമ്മണിക്കുട്ടി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇയാൾക്ക് നല്ല സ്നേഹമാണ് കേട്ടോ. നല്ല ചെറിയ കുട്ടിയാണ്. ഇതിന് ഇവിടെ നിന്നുള്ളായിരുന്നു. നല്ല സ്നേഹമാണ്. വിളിച്ചാൽ വരും, പറഞ്ഞതൊക്കെ അനുസരിക്കും. നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ തന്നെ ഞാൻ കൊഞ്ചിക്കുന്ന കണ്ടേക്ക് മറ്റാൾ കൂടെ വന്നിട്ട് കമ്മന്ന് നടക്കുന്നുണ്ട്. ഇതെന്താ എന്നെ ഒന്ന് നോക്കാത്തേന്ന് പറഞ്ഞിട്ട്, എന്നെ ഒന്ന് നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ. അപ്പോൾ ഞാൻ അമ്മണിക്കുട്ടിക്ക് വെള്ളം കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അതിൽ നിന്ന് തവിടും കാര്യങ്ങളൊക്കെ പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് വെള്ളം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ജീവികളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ അവരെ സ്നേഹം പോലെ വേറൊരാൾക്കും കിട്ടില്ല. എന്നുവെച്ചാൽ അവരെ സ്നേഹിച്ച് നമുക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. നമ്മളെന്തെങ്കിലും നമുക്കൊരു ആപത്ത് വരുമ്പോൾ അവർ നമ്മളെ രക്ഷിക്കാനുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അവർ ഏതെങ്കിലും ലെവലിൽ അവിടെ വന്നെത്തി ഇതാകും. അപ്പോൾ ഞാനതിന് കിസ്മൊക്കെ ചെല്ലി വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. അതവിടെ നിന്ന് കുടിച്ചു. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരിത്തിരിയും കൂടി വെള്ളം, കാരണം ഇപ്പോൾ നല്ല ചൂടല്ലേ. ഈ ചൂടത്ത് അവർക്ക് ഭയങ്കര ദാഹം കാണും. അപ്പോൾ നല്ല വെയിലുമല്ല. അപ്പോൾ നല്ല ചെമ്പ് നിറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് നല്ല വലിച്ച് കുടിക്കുന്നുണ്ട്. അതിന് നല്ലത്. പിന്നെ മാത്രമല്ല പ്രഗ്നൻ്റാണ്, ഒരു 7 മാസത്തോളമൊക്കെ ആയിട്ടുണ്ടാവും അത്. അപ്പോൾ അതിന് നല്ല ദാഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ. അത് കഴിഞ്ഞ് ഞാൻ ഈവനിങ്ങിൽ ഇത്താത്താൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത്.